ഹേ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുളപ്പുറം പോകാം. കുളപ്പുറത്ത് എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ കമ്പനിക്കാരന് ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോവുക. അപ്പോൾ അവിടെ ഒരു സൂപ്പർ ബൈക്ക് മാത്രമല്ല, വേറെ ഒരു 5-6 സൂപ്പർ ബൈക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ സമയം ഏകദേശം 7 മണി ആവാറായി. ഞാൻ 5 മണിക്ക് എണീച്ചതാണ്. പിന്നെ 6 മണിക്ക് റെഡി ചെയ്യുന്നപ്പോൾ വ്ളോഗ് എടുക്കാൻ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ അതിൽ മൈക്ക് കണക്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ അങ്ങനെ ഉണ്ട് വെറുതെ ചിലവായി പോയി. അപ്പോൾ ഫൈനലി അത് റെഡി ആയിട്ടില്ല. ഇപ്പോൾ ടൈം രേഖ വെച്ചിട്ട് നമ്മൾ ഫോണിൽ തന്നെ വ്ളോഗ് എടുക്കുക. അപ്പോൾ അവിടേക്ക് 8 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 7 മണി ആയിക്കണേ. അപ്പോൾ ബാക്കി യാത്രാ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മളിന്ന് ബൈക്കിലാട്ടോ പോകുന്നത്. നമ്മളെ വണ്ടിയിൽ നല്ല മഴ ചെയ്തിരിക്കണം. ഇന്നലെ രാത്രി ഇടി വെട്ടിയെന്നുണ്ടെന്നാണ് പറഞ്ഞത്. വിജുബ ഇതാ നല്ല ഉറക്കത്തിലെ മിജു. ഉമ്മ എന്നെ ഉറക്കത്തിനെ വിളിപ്പിച്ച് കോളേജിൽ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ പതിയെ കാണിച്ചു തരാം. മിജു അവിടെ എന്തോ എക്സ്പ്രഷൻ വിളിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടാണോ എനിക്ക് കയറ്റി വിട്ടാലേ, അതാണ് പാവത്തിന് ഉറക്കത്തിൽ വിളിച്ചിട്ട് കുറേ ബുദ്ധിമുട്ടിരിക്കണേ. മൈക്ക് സെറ്റാവണ്ടേ. അപ്പോൾ അതാ ഒരു സ്ഥലത്ത് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. അവിടെ മക്കളെ കിടിലം ചെയ്യുക. കാണിച്ചരാ കണ്ടോക്കി. സൂര്യ അവിടെ എത്തി. ഇപ്പോൾ തന്നെ നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോയാൽ എന്താ അവസ്ഥ അറിയില്ല. വെയിലത്താ അങ്ങനെ ചെറുങ്ങനെ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിടണം. അങ്ങനെ ഇവിടുമ്പോൾ അടിയേക്ക് എൻ്റെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ കാണുമല്ല, 2 തെങ്ങ് ഹൈറ്റ് ഉണ്ട് തോന്നുന്നു ഇവിടേക്ക്. അപ്പോൾ റോഡ് കാണിച്ചതാണ്. ഇവിടെ റോഡ് ഓണാൻ അയ്യോ ബസ് പോലെയായിട്ട് ചേട്ടാ. മോർണിംഗ് പിന്നെ കാറിൽ വെച്ച് പിന്നെ പറയാൻ വേണ്ട, അതാണ് അവസ്ഥ. അപ്പം ഇനി എന്തായാലും കുളപ്പുറത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളെ വരണമെങ്കിൽ വന്നു. ഇവിടെ കുറച്ച് എത്ര ടൈം എടുക്കുക വരാൻ? ഇപ്പം അതാ കൂടെ ഷമ്മാസുണ്ട്. ഷമ്മാസ് ബ്രോ ഇവിടെ ഒരു ആയി പറയും. അങ്ങനെ തിരിക്കല്ലേ. പിന്നെ അതാ ഹാഷിം ബ്രോ ഉണ്ട്. അപ്പോൾ അതാ വേറെ സംഭവം കൂടെ കാണിച്ചു കേട്ടോ. പിന്നെ ഇവിടെ ഈ സൈഡിൽ 2 സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ട്. അവിടെ അതാ കണ്ട അങ്ങോട്ട് കിച്ചൺ സൈഡാണ്. അപ്പോൾ ആൾ വന്നിട്ട് കാണിച്ചു തരാച്ചിട്ടാ. അവരിപ്പോൾ എത്തുമായിരിക്കും. എന്നിട്ട് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരും. എന്നിട്ട് വണ്ടിയിൽ കുറച്ച് വീഡിയോസ് എടുക്കുക. കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലെ പ്ലാന്. അപ്പം അങ്ങനെ അവർക്ക് വരുമായിരിക്കും. അയ്യോ നല്ല വിശാലതയിൽ വരും. പിന്നെ വേറെ സെറ്റപ്പൊക്കെ നമ്മളെ പേരിൽ വില വെക്കണം വെച്ചാൽ നല്ല രസമാണ്. ഡെയിലി ആയിമേന്ന് ചാടിക്കാം, മൂടാവും അങ്ങനെ. പിന്നെ അവർ വന്നിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചിടാം. എല്ലാവരും എത്തിയുണ്ട് ഇവിടെ. നമ്മളിവിടെ 2 മണിക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. 2 മണിക്കൂറത്ത് പോസ്റ്റാണ്. വണ്ടി കാണിച്ചിടാം. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കാണിച്ചിടാം. ആദ്യം നമ്മളെ വണ്ടിയതാണ്. ഇപ്പോഴത്തെ CBR 650F, ഇപ്പോഴത്തെ കവാസാക്കിയുടെ നിഞ്ച 1000, ഇപ്പോഴത്തെ ഹയാബൂസ, അവിടെ വേറെ ഹയാബൂസ. ഇതൊരു മോനെ CB 1000. കാണുമ്പോൾ സാധാരണ ബൈക്ക് പോലെ തോന്നും ലുക്ക് വൈസൊക്കെ, പക്ഷെ ഇത് മുതലേ. പിന്നെ അത് ആക്സസ്. പിന്നുള്ളതാ ഇതൊരു മുതലാ ZX 6R. അതിൻ്റെ ലുക്ക് നോക്കും മോനെ. പിന്നെ അടുത്ത CBR 50, പിന്നെ ഹാർലി. ഇനി ഷൂട്ടിട്ട് കാണിച്ചിട്ട് സിംബ്രോ വ്ളോഗിൽ ഫസ്റ്റ് ടൈമാ. വണ്ടി കാണിച്ചു കൊടുക്കേ. വരുന്ന വണ്ടിയൊന്നുമില്ല. അച്ഛൻ്റെ വണ്ടി അതായിരിക്കട്. മൊത്തത്തിൽ സാധനം ടൈലെടുത്തുള്ളു. ഇപ്പൊ അടുത്ത പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ വണ്ടി എടുക്കണം. അതല്ല ഇപ്പോഴത്തെ പ്ലാൻ. ഇന്നത്തെ പ്ലാൻ നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകില്ലേ? എവിടെ പോകുന്നത്? കോട്ടക്കൽ ഇവിടെ നേരെ കോട്ടക്കൽ വിടില്ല.
അതിന് മുമ്പ് ഇത് പൊട്ടിക്കാൻ പറ്റുമോ നോക്കി കേട്ടെ. അടുത്ത് ഓണാക്കി വേട്ടെ. ചോദിച്ചോക്കെ ബോസിൻ്റെ വണ്ടിയാ. അത് നോക്കിയേക്കാം. ഇത് 1.5 മുതലേട്ടാ. ഇതിൻ്റെ ഫിഗറൊക്കെ ദുബൈസ് പെടാണ് സാധനം. ന്യൂട്രാ നോക്കട്ടെ. വണ്ടി ന്യൂട്രാ ഇല്ല. സ്റ്റോക്കല്ലട്ടാ. ഇവിടുത്തെ അപ്പുറത്തെ വേറെ സാധനം ഓണാക്കിണ്ട്. ഇത് നല്ലതുകൊണ്ട്. ഇത് വന്നപ്പോ എന്തോ വെച്ചാ ഇത് ഫുൾ സിസ്റ്റം വണ്ടി. ഫുൾ സിസ്റ്റം അതാ സാധനം. ഇത് വീഡിയോ കാണാമല്ലോ, ഒരുമാതിരി വെച്ചാണ്. ഇനി അതാ ഹയാബൂസ. ഇത് പിന്നെ പറയാൻ വേണ്ട. ഇല്ലല്ല, ഇതിന് ഈ സാധനം ഉള്ളിൽ ഓടടാ. അതിന് ഫ്രണ്ടിൽ വിങ്സ് കഴിഞ്ഞിട്ട്. ഫൈസൽക്ക അസ്സലാമലൈക്കും. വ്ളോഗിലൊരു ഹായ്. ആ ബോസിൻ്റെ വണ്ടിയത്. ഇതൊന്ന് കൈ കൊടുക്കാവോ? ആ ചോണൊക്കെ ഉണ്ട്. അയ്യോ ഫ്ലേവരുണ്ടാ അതോർത്തെ. ഒരു ഫ്ലേമരുണ്ടോ ഈ സാധനത്തില്? പിന്നെതാ ഇതാണ് 1000. പിന്നെ ഒരു CB 650. ഇതും അതും സെയിം സാധനം. ഇത് റെഡ്, അതിന്റെ ബ്ലാക്ക് ആണ് കണ്ടത്. വോയിസ് കിട്ടുണ്ടാവില്ല കേട്ടാ. ഇതാണ് CB 1000. ഹായ് അസ്സലാമലൈക്കും. ഇത് സ്റ്റാർട്ട് ആക്കി വെക്കാം. ഇത് പിടിച്ചേ. സൗണ്ട് നമ്മളെന്നാ കാറിൽ കയറിയിരിക്കണേ. ബൈക്ക് വന്നാൽ ശരിയാവില്ല, ഫോണൊക്കെ തെറിച്ചു പോവും. അമ്മാതിരി ഒക്കെ ബൈക്ക് പോവാ. അവരുടെ ലൈനപ്പായിട്ട് നിൽക്കണേ. ഇങ്ങനെ 2 കാറും പിന്നെ എത്ര വണ്ടികളുണ്ട്? 10 വണ്ടികളുണ്ടല്ലേ. അപ്പം അതിനുള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ടാ. നേരത്തെ ഞാൻ പറയുമ്പോൾ വോയിസ് കിട്ടിയിട്ടുണ്ടാന്ന് അറിയില്ല. നല്ല ഒച്ചയായിരുന്നു ഇവിടെ. അപ്പോൾ വിഷ്വൽസ് കാണിച്ചുതരാം. അവന്മാരൊക്കെ എത്തിച്ചിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് അവർ അപ്പുറത്തെത്തി. അവിടെ പോണൊക്കെ അവര് കാണുന്നുണ്ടാറില്ല. ആ പോണ് നമ്മളെ കത്തിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണിക്കുന്നില്ലാണല്ലോ. പിന്നെ ചെല്ലാളല്ലേ ബൈക്കോ. അവനെ ഷമ്മാസ് ഹെവി ഡ്രൈവറാട്ടാ. അവന്മാരുടെ അടുത്തെത്താറേ. പിടിക്കാൻ ചീറ്റാ അവന്മാരെ പോണെ. അവിടെ പിടിക്കലോ അവസാനിച്ച് ഇതാണോ? ബാക്കി വരുന്ന വ്യൂ നോക്ക്. അരേപ്പാ
ഇപ്പൊ ഈ വരുന്ന വ്യൂ നോക്കടാ, ചീറ്റ ഇടയിൽ ചീറ്റുണ്ട്. ഓ മോനെ, ഞാനേ ബാക്കി വിഷയം കാണിച്ചില്ല. അപ്പോൾ ഗൈസ് ഇവിടെ കോട്ടക്കൽ സൈനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആകാറാണ്. അപ്പോൾ നേരത്തെ സ്പോട്ട് പിടിക്കണം പറയുന്നുണ്ട്. ആ വണ്ടിയുടെ ലൈൻ ഇപ്പം കാണിച്ചിട്ടല്ലേ, കാണിച്ചതാ. അക്രമ സാധനങ്ങളെ മോനെ, ഇതിലോട്ട് പെട. അപ്പോൾ ഗൈസ് ഫുഡ് കടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ അടുത്ത കാര്യം ന്യൂസ് എടുക്കാൻ പറ്റില്ല, കാണിച്ചുതരാം. പിന്നെ വേറെ സംഭവം വരുന്ന വഴിക്ക് ഞാൻ ഈ എന്താ സീറ്റാറിൻ്റെ ബാക്കിരുന്ന് അതും വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. 1.5 മുതലേ മോനെ. അങ്ങനെ ഞാൻ കരിഞ്ചൂസ് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഈ വണ്ടിയൊന്നും കാണിക്കട്ടാ. ബാക്കി കാണിച്ചുതരാം. 2014 മോഡൽ ഡുക്കാട്ടി P4 ആട്ടോ. നമ്മളെ 2014 മോഡല് ഡുക്കാട്ടി നല്ല മൈലേജ് ഉണ്ട്. സൗണ്ടാണ്, മൈലേജും ഉണ്ട്. 2014 ആണ്. നോ ഇലക്ട്രോണിക്സ് എനിത്തിങ്. പക്ഷേ സ്റ്റോക്കിൽ തന്നെ സൗണ്ട് തന്നെ, സ്റ്റോക്കിൽ തന്നെ ഈ സൗണ്ട് ഉണ്ടാവും. ടെർമിക് നോയിൻ്റെ ആവശ്യമില്ല, സ്റ്റോക്ക് സൗണ്ടാണ്. നമ്മൾ ഫുൾ സിക്സ് എക്സ്പോ അടിക്കേണ്ട കായൊക്കെ ലാഭിക്കാം 105 എടുത്താൽ. അപ്പം അങ്ങനെയാണ് ഇതാ കുറച്ച് ഫസിം പ്രോ ഉണ്ട്. ഫസിം പ്രോ പൂക്കിത്തരം കാണിക്കുകയാണ് ഇവിടെ ബാക്കി പിള്ളേർ. അച്ഛൻ പുതിയ ഹയാബൂസ് എടുക്കണ്. അപ്പം ആ മോഹത്തിൽ വണ്ടി നോക്കിയിരിക്കുകയാണ്. ഇത് പരിചയപ്പെടുത്താൻ പറ്റുമോ? ഇത് ഫസിം പ്രോൻ്റെ വണ്ടിയാണ്. ഏതാത്ത സാധനമാണ്. ഇതിൽ സ്പീക്കറൊക്കെ ഉണ്ട്. എന്താ സിംബ്രോ വണ്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? പറഞ്ഞാല് നമ്മളെ മിഡിൽ ഈസ്റ്റിലെ അഷ്റഫ് ഖാൻ്റെ വണ്ടി. അഷ്റഫ് ഖാൻ വണ്ടി മിഡിൽ ഈസ്റ്റ് തന്നെ, അതായത് ഫസിം പ്രോന്റെ കസിനല്ല, ഇത് ബോസാണ്. ബോസ്, യെസ്. അങ്ങനെ മൂപ്പരടുത്ത് ഓടിക്കാൻ തരും. ഇത് താവോ ഈ സാധനം? ഇത് താവൂല, താവൂലല്ലേ? ഇത് ഫാറ്റ് ബോയ് ആണ്, ആരുടെ ഫാറ്റ് ബോയ്. ഓ ഇപ്പൊ ഇത് ലോങ് ഓടിക്കുമ്പോൾ കയ്യൊന്നും അടയൂലേ? ഇല്ല, നമ്മൾ ഇതിന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ലോങ് പോകും. അപ്പോൾ നമുക്കിതാ 6R ഓടിക്കാണ്ടിയാണ് സൂപ്പർ ബൈക്ക്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കണ്ടോക്കി അല്ലേ? തൊടുമ്പോ പറക്കല്ലോ പറയാ. ഒറ്റയ്ക്ക് പോയാൽ വ്ളോഗ് നല്ലപോലെ എടുക്കാനില്ല. ഫോൺ എടുത്തിട്ടാ പോയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. മുതല് സാധനം കേട്ടാ. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഓടിക്കുമ്പോൾ ഷോർട്ട്സ് എടുക്കാൻ പറ്റിയില്ല. അതുണ്ടായി. ഞാന് ഇവിടെ എന്താ പറയുക, നേരെ അങ്ങാടി പോയി. അതുണ്ടായത്. ഇവിടുത്തെ അപ്പുറത്തെ അങ്ങാടി ഉണ്ട്, അവിടെ പോയിട്ട് ഇതാക്കി ചെയ്ത്. മുതല് സാധനം കേട്ടോ. വീട് ആധാരം വെച്ചാലും ഈ സാധനം എടുക്കണം. ഇപ്പോൾ പോവും. അപ്പുറത്തെ സീറ്റാറുണ്ട്. ബൈ ബൈ. അപ്പോൾ ബാക്കി വിശേഷം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാനെടുക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആയതുണ്ടായി. അപ്പോൾ ഇതാ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് കൂട്ടുകാരനായിട്ട് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഇതാ വൈകുന്നേരം ഇറങ്ങി. അപ്പോൾ ആ കാലാവസ്ഥയൊക്കെ ഫുള്ള് ഓറഞ്ചായിട്ട് എൻ്റെ അതിൽ വ്ളോഗിൽ കാണാറില്ല, നല്ല ഓറഞ്ചായിട്ട് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതുവരെ കണ്ടതിന് താങ്ക് യു. അപ്പോൾ
ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ ഗൈസ് നെക്സ്റ്റ് ടൈം. ഓക്കെ ബൈ.